പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയാണ് അനുവദിച്ചത്. പിലാത്രയിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പരിയാരം മെഡിക്കൽ കോളേജ്, മാതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല, നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും. ദേശീയപാതാ വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിയാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. 2 കോടി രൂപയാണ് നവകേരള സദസ്സിന്റെ ഹെഡിൽ വെച്ച് പിലാത്തറ സൗന്ദര്യവൽക്കരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി നടത്തുന്നത്. പ്രവൃത്തി നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗതയിൽ തന്നെ മാതമംഗലം ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വീതി കൂട്ടി ഇൻ്റർലോക്ക്, ലൈറ്റ്, അതോടൊപ്പം തന്നെ ഫുട്പാത്ത് ഇൻ്റർലോക്കിംഗ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിമനോഹരമായ രീതിയിൽ നമ്മുടെ സൗന്ദര്യവൽക്കരണം പൂർത്തീകരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചെറുകുന്നിലും പഴയങ്ങാടിയിലും സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കുകയാണ്. നമ്മുടെ ടൗണുകളുടെ സൗന്ദര്യവൽക്കരണം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ 3 പദ്ധതികളും വളരെ വേഗതയിൽ പുരോഗമിക്കുകയാണ്. പിലാത്തറ ടൗണിലെ മാതമംഗലം റോഡിലും പഴയങ്ങാടി റോഡ് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്ത നടപ്പാത നിർമ്മിക്കും. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ടുള്ള ഗാർഡൻ, ലൈറ്റിംഗ് സംവിധാനം, ഡ്രൈനേജ് സൗകര്യം, ടാറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും എം വിജിൻ MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.